എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത് നമ്മുടെ വിഷു ആഘോഷങ്ങളാണ്. കേരളീയരുടെ കാർഷിക വിളവെടുപ്പ് ഉത്സവമായ വിഷു നമ്മൾ ആഘോഷിക്കാറുണ്ട്. ഇത്തവണത്തെ വിഷു വിപണിയും പുതുമകൾ നിറഞ്ഞതായിരുന്നു. വിഷു ആഘോഷിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കടയിൽ നിന്ന് വാങ്ങി. വിഷുവിന് മുന്നോടിയായി നമ്മുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി. വിഷുവിന് വിഷുക്കണിയാണ് മറ്റൊരു സവിശേഷത. അപ്പോൾ വിഷുക്കണി ഒരുക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുകയാണ്. നമ്മൾ തലേ ദിവസം രാത്രി വിഷുക്കണി ഒരുക്കി വയ്ക്കും. വൈകുന്നേരം നമ്മൾ വിഷുക്കണി ഒരുക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. അതിനായിട്ട് ഒരു പലക എടുത്തിട്ടുണ്ട്. അതിൽ ഒരു തുണി, വെള്ള തുണിയോ അല്ലെങ്കിൽ സെറ്റ് മുണ്ടിൻ്റെ തുണിയോ ഉപയോഗിച്ച് നമുക്കൊരു പീഠം പോലെ ഉണ്ടാക്കിയെടുക്കാം. അതിലാണ് നമ്മൾ കണി കാണാനായിട്ട് ഞാനിവിടെ ഒരു കൃഷ്ണൻ്റെ ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ കൃഷ്ണ വിഗ്രഹമൊക്കെ നമുക്കിതിലേക്ക് വെക്കാം. പിന്നെ നമ്മൾ വിഷുക്കണിക്ക് ആവശ്യമായിട്ടുള്ള ഫലവർഗ്ഗങ്ങളൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് പണ്ട് കാലത്ത് നമ്മുടെ വീട്ടുകളിൽ തന്നെ നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുത്ത് വിളവെടുത്ത സാധനങ്ങളാണ് വെച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള കൃഷികൾ ചെയ്യുന്നില്ല എങ്കിൽ കൂടെയും നമ്മുടെ വിപണികളിൽ ലഭ്യമായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കണി ഇപ്പോൾ ഒരുക്കുന്നത്. കണി ഒരുക്കുന്നതിനായിട്ട് പിന്നെ നമ്മളൊരു കോടി മുണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നാണയങ്ങൾ, അതുപോലെ തന്നെ കൺമഷി, സിന്ദൂരം, സ്വർണം, പണം, പിന്നെ നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണിയിൽ ഉൾപ്പെടുത്തും. കൂടാതെ നിലവിളക്കും വെള്ളം നിറച്ച കിണ്ടിയും ചന്ദനത്തിരിയുമൊക്കെ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. ചില ദേശങ്ങളിൽ വാൽക്കണ്ണാടിയും അതുപോലെ തന്നെ നാളികേരവും ഒക്കെ ഉപയോഗിക്കും. ദേശങ്ങൾക്ക് അനുസരിച്ച് വ്യത്യസ്തതകൾ കണിയൊരുക്കത്തിലും നമുക്ക് കാണാവുന്നതാണ്. നമുക്ക് ലഭ്യമായ വസ്തുക്കൾ വെച്ചിട്ട് നമ്മൾ വളരെ മനോഹരമായിട്ട് ഒരു കണി ഒരുക്കാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ നമ്മുടെ വിഷുക്കണി ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി വെളുപ്പിനെ നമ്മൾ വിഷുക്കണി കാണും. അങ്ങനെ നമ്മൾ വിഷു ദിവസം പുലർച്ചെ വിഷുക്കണി കണ്ടു. പണ്ട് കാലത്തൊക്കെ വീട്ടിലെ മുതിർന്നവരായിരുന്നു വിഷുക്കണി തയ്യാറാക്കുന്നത്. അവർ കണി ഒരുക്കി വെച്ചതിന് ശേഷം പുലർച്ചെ മറ്റുള്ള കുടുംബാംഗങ്ങളെയും കുട്ടികളെയും ഒക്കെ കണി വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒപ്പം മുതിർന്നവർ കുട്ടികൾക്ക് വിഷുക്കൈ നീട്ടവും നൽകാറുണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ വിഷുദിനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. വിഷു എന്നത് കേരളീയരുടെ കാർഷികോത്സവമാണ്. നമ്മുടെ കേരളത്തിൽ വിഷു ഉത്സവം വളരെ ഗംഭീരമായി ആഘോഷിക്കപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. അച്ചൻകോവിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഷാർങ്ങക്കാവ്. ഈ വിഷുദിനത്തിൽ നമുക്ക് അവിടെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ വിഷുക്കണിയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പിന്നെ നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവരുടെ കയ്യിൽ നിന്ന് നമുക്ക് വിഷുക്കൈ നീട്ടം കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഷാർങ്ങക്കാവിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ പ്രഭാത ഭക്ഷണം കഴിച്ചു. അതിനുശേഷം നമ്മൾ യാത്ര ചെയ്തു, ഷാർങ്ങക്കാവിലെത്തി. വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ പങ്കുവയ്ക്കുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു. മടങ്ങിയെത്തിയ ശേഷം നമ്മൾ നമ്മുടെ കയ്യിലുള്ള കുറച്ച് കമ്പിത്തിരിയൊക്കെ കത്തിച്ചു. അതിനുശേഷം വിഷു സദ്യ കഴിച്ചു. അങ്ങനെ നമ്മൾ ഈ വിഷു വളരെ മനോഹരമായിട്ട് തന്നെ ആഘോഷിച്ചു. അപ്പം എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിഷു ആശംസകൾ.
പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.